ഹായ് ഗൈഡ്സ്, ഇന്ന് നമ്മൾ കുറച്ച് പൊരി എടുത്തിട്ടുണ്ട്. ഇവിടെ പൊരി കൊണ്ട് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ ഐറ്റമാണ് ഇത്. നമ്മുടെ ഇവിടെ എല്ലാ കൂടുതലും കാസർഗോഡ് ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ. അരിയും പൊരിയും വെച്ചിട്ടുള്ള ഒരു പൊരിയുണ്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിനായി കുറച്ച് പൊരി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കാം, എന്നിട്ട് പൊടിച്ചെടുക്കാം. അരിയും അതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല കഴുകിയ അരി വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. അരച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊരി അധികം പൊടിയാൻ പാടില്ല, അതേപോലെ കുറച്ച് തരി തരി പോലെയൊക്കെ വേണം അതൊന്ന് കടിക്കാനായിട്ട്. അരി വറുത്തതും വറുത്ത് പൊടിച്ചതും പൊരി വറുത്തിട്ട് പൊടിച്ചതും സമാസമം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നാളികേരം ചിരവിയതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൽ ശർക്കര പാനിയാക്കിയത് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുക. ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്യാം. പൊരിയുണ്ടയൊക്കെ നല്ല ഉരുട്ടി ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിമാവിൽ മുക്കിയെടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അതിനായി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിമാവ് ഒരു പച്ചരി അരച്ചതാണ് കേട്ടോ. പച്ചരി ഒരു പിടി പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചെടുത്താണ്. നല്ല നൈസ് മാവാണ്. ആ മാവിലൊന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഇതാണ് മാവ്. ഇതേപോലെ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് മുക്കിയെടുക്കാം. അരിപ്പൊടി കോട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ മുക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ കോട്ട് ചെയ്തിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാവാനായി വെച്ചിട്ടുണ്ട്. എണ്ണ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് അത് മുക്കി ഇടാം. ഇതേപോലെ നമ്മൾ കോട്ട് ചെയ്തിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് വശം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഫ്രൈ ചെയ്ത് പൊരിയുണ്ടപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊരിയുണ്ട. ഇതൊന്ന് എണ്ണയിൽ നിന്ന് മുക്കിയെടുക്കാം. നമുക്ക് പൊരിയുണ്ട റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്പി കോട്ടിംഗ് ആയിട്ടുള്ള പൊരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇതിൽ നമ്മൾ ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമ്പു ഏലക്ക ഒക്കെ ചേർത്തിട്ടുണ്ട്. അത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഒരു പൊട്ട് ഒരു ഗ്രാമ്പു ഒരു 2 ഏലക്ക അത്രയും ചേർത്തിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റാണ്. ഇത് കുറേ ദിവസം ഇരിക്കും കേട്ടോ. കേടൊന്നും ആവാതെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്.